ഹായ് ഗൈസ്, ചിന്നു പപ്പു തൻ്റെ ജീവൻ സ്വയം ഇല്ലാണ്ടാക്കിയിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ചിന്നു പപ്പു ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്ററാണ്. 24 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. തനിക്കൊരു മകൻ ഉണ്ടായിരുന്നു. മകൻ്റെ പേര് ദിച്ചൂട്ടൻ, ദിഹാൻ എന്നാണ് ആ ഒരു മകൻ്റെ പേര്. പക്ഷേ പുള്ളിക്കാരുടെ ആ ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസത്തോളം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. തൻ്റെ മുൻ ഭർത്താവ് മറ്റൊരാളുമായിട്ട് ഒളിച്ചോടി പോയി, പിന്നീട് സ്റ്റേഷനിലൊക്കെ വന്നേക്കുന്ന അങ്ങനെ കുറച്ചധികം സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വീഡിയോക്കകത്ത് മുന്നോട്ട് നമുക്ക് സംസാരിക്കാം. എന്താണെങ്കിലും ചിന്നു പപ്പു ആരാണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചിന്നു പപ്പുവിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. കാസർഗോഡ് ടൗണിൽ ഫുള്ള് ബസ്സള ഗൈസ്. ഹേ ഗൈസ്, അപ്പൊ ചൂറ് ബസല തിക്കത്തുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് പറയുമെന്ന് ജസ്റ്റ് കമന്റ് ഇട. ബസല എന്ന് പറയും. ഇതിൽ ചിക്കൻ കറിയല്ലേ വെക്കുന്നത്, പക്ഷെ ഇന്ന് ഞമ്മ നോർമല് തേങ്ങ എല്ലാം അരച്ചിട്ടിട്ട് ഒരു കറി വെച്ചെങ്ങണ്ടേ. അതായത് ഞാൻ എന്റെ വീട്ടിൽ വെക്കുന്ന. ഇതിനുശേഷം വന്നേക്കുന്ന ആ ഒരു ന്യൂസ് ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തന്നെ ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. കാര്യമുണ്ട്, ഞാനത് മുന്നോട്ട് സംസാരിക്കാം. ഇൻഫ്ലുവൻസർ ജീവനൊടുക്കി ആദൂർ സ്വദേശി ചിന്നു പാപ്പുവാണ് ജീവനൊടുക്കിയത്. വാടക കോട്ടേഴ്സിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവരുമായി ഫൈസൽ ബിൻ അഹമ്മദ് ചേരുകയാണ് കാസർഗോഡ് നിന്ന്. ഫൈസൽ, എന്താണ് സംഭവിച്ചത്? അനബ, ഇന്ന് ഉച്ചക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന കെ രേഷ്മയാണ്, 24 വയസ്സുകാരിയാണ് മരിച്ചത്. ആദൂർ സ്വദേശിയാണെങ്കിലും ആദൂർ ആലന്തരക്ക സ്വദേശിയാണെങ്കിലും ഇവർ താമസിക്കുന്നത് കാസർഗോഡ് നഗരത്തിനടുത്തുള്ള ഉള്ളിയത്തരക്കിലെ വാടക ക്വാർട്ടേഴ്സിലാണ്. ഈ വാടക ക്വാർട്ടേഴ്സിലെ മുറിയിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഇതിന്റെ മരണകാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. നമ്മൾ ഈ പെൺകുട്ടിയുടെ അച്ഛനുമായി സംസാരിച്ചിരുന്നു. അച്ഛനെ സംബന്ധിച്ച് അതൊരു അറിവുമില്ല, മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതായി പറയുന്നില്ല. പക്ഷേ 1 മാസം മുമ്പ് വിവാഹമോചിതയായിരുന്നു. 4 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അത് ആ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസ് ഇനി അന്വേഷണം നടക്കേണ്ടത്. കാസർഗോഡ് പോലീസ് കേസെടുത്ത് വിശദമായി തന്നെ അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചിന്നു പാപ്പു എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സജീവമായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ മറ്റും 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫോളോ ചെയ്യുന്ന ആൾക്ക് വലിയ ഞെട്ടലാണ് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ കേട്ടിരിക്കുന്നത്. അതിൽ വിശദമായി തന്നെ അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ കുടുംബ പ്രശ്നമാകാം ഈ മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. അനുഭവം അതാണ്. ഫൈസൽ 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള വളരെ സജീവമായ ഒരു സോഷ്യൽ മീഡിയ താരമായിരുന്നു ചിന്നു പാപ്പു. കാസർഗോഡ് ഭാഷയിലൊക്കെ തന്നെ നിരവധി വീഡിയോകൾ ചെയ്ത് ശ്രദ്ധ നേടിയ യുവതിയാണ്. അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന വാക്ക് തന്നെ മറ്റു മനുഷ്യരെ സ്വാധീനിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ അവർ പോലും ഈ രീതിയിൽ ഒരു മാനസിക സംഘർഷത്തിന് പെട്ടുപോയി ആത്മഹത്യയിലേക്ക് പോകുന്നത് വളരെ ദൗർഭാഗ്യകരമായ വാർത്തയാണ്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. വലിയ മാനസിക കരുത്തുള്ള മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും എന്ന മനുഷ്യർ പോലും അതിനെ ആശ്രയിക്കുന്നുള്ളത് വലിയ വേദനാജനകമായ വാർത്തയാണ്. എന്തായാലും കാരണങ്ങൾ ബന്ധപ്പെട്ടവർ കണ്ടെത്തട്ടെ. ഒരിക്കൽ കൂടി പറയും. ഇത് ന്യൂസ് 18 ആണ്. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുടുംബ പ്രശ്നമാണ് ജീവനെടുക്കാൻ കാരണമായത് എന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം കുടുംബ പ്രശ്നം ആണ്, അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വരുന്ന റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇതിനകത്ത് ഇൻഫ്ലുവൻസർ ആണ്, എന്ത് ഇൻഫ്ലുവൻസ് ആണ്, ഇങ്ങനത്തെ ഇൻഫ്ലുവൻസിങ് ആണ് എന്നുള്ളതിലേക്ക് ഇവർ പറയുന്നത് കേട്ടല്ലോ. ഇവിടെ ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗ് കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഫ്രെയിം ചെയ്തേക്കുന്നത് നിങ്ങൾ തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചിന്നു പപ്പു എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യാതെ ഇൻഫ്ലുവൻസർ എന്ന് തന്നെ നിങ്ങൾ കൊടുത്തതിൻ്റെ കാരണം എന്താണ്? ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഇൻഫ്ലുവൻസർ, യൂട്യൂബർ ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വേർഡൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ കൂടുതൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു സാധനമാണെന്ന്, അല്ലെങ്കിൽ TRP അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കൂടുതൽ വരുന്നൊരു സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ നിങ്ങളത് ചെയ്തേക്കുന്നത്. അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. ഓക്കെ, നിങ്ങളത് ചെയ്തോളും. പക്ഷേ അതിനുശേഷം റീസെൻ്റ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കിന് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്ത് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യചിഹ്നം FIR ഇന്ന് രാത്രി 10:30 എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ തന്നെയാണ് ഇതുപോലെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് ഇതേ നിങ്ങൾ തന്നെ പറയുന്നു എന്ത് ഇൻഫ്ലുവൻസ് എന്നുള്ളത്. ഒരാൾ മരിച്ച് തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ ഉപദേശവും ഇമ്പിത്തരവും ഒരുമിച്ച് കാണിക്കാമെന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക. അത് ഭയങ്കര മോശമായിട്ടൊരു കാര്യമാണ്. ഏതെങ്കിലും ഒന്ന് ചെയ്തു, ഇതും നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കുറച്ച് എത്തിക്സ് നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഈ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴത്തേക്കിന് എന്തോ രാജ്യദ്രോഹ കുറ്റം ചെയ്ത പോലെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ന്യൂസിൻ്റെ അടിയിൽ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ആ ഒരു മരണത്തെ പോലും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ചില ആൾക്കാരെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ ചത്തു കളയുമ്പോഴാണ് അറിയുന്നത് തന്നെ. ചിരിയാണ്, ഭയങ്കര സന്തോഷമാണ്. ഒരു പണിയും ഇല്ലാത്തവരുടെ പണി ഇൻഫ്ലുവൻസർ. ഒരു പണിയില്ലാത്ത ആൾക്കാരാണ് അടുത്ത ചിരിക്കുന്ന ഇമോജി. ഇൻഫ്ലുവൻസർ ഒരാൾക്ക് കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പോണ ഒരു വീഡിയോയും ഇവളുടെ ചാനലിൽ ഇല്ല. കുറേ ഫുഡ് കഴിക്കുന്നതും സ്വന്തം ആവശ്യത്തിന് വാങ്ങിയ സാധനങ്ങൾ ഇൻ്റർവ്യൂസ് വരെ കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നതിൽ ഉപരി ഇവളൊക്കെ ആർക്ക് ആണ് ഇൻഫ്ലുവൻസ് ആവുന്നത്? വീഡിയോസ് ഇട്ട് ക്യാഷ് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ.
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പൊട്ടിച്ചിരിയാണ്. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു സാധനം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ, സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കിനെ പല ആൾക്കാർക്കും കഴിവില്ലാത്തത് കൊണ്ടും ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടും പല ആളുകൾക്കും അത് പറ്റാറില്ല എന്ന് കരുതിയിട്ട് ഇതിലെ ചില ഏപ്പരാച്ചികൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഈവൻ ആ ഒരാൾ മരിച്ച് തലയ്ക്കുമെന്നൊക്കെയാണ്, എന്നിട്ടും അതിനെ പോലും ഇങ്ങനെ കളിയാക്കാൻ തോന്നുന്നു പറയുമ്പോഴത്തേക്കിന് ഇവിടെ പണ്ട് ടിക്ടോക്ക് ചെയ്ത് തുടങ്ങിയാണ് ഇവരും. പണ്ട് ആ ഒരു ടിക്ടോക്ക് ഉള്ള സമയം മുതൽ വീഡിയോ ക്രിയേഷനിലോട്ട് വന്നിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന പല ആൾക്കാരെയും അന്നും ഇന്നും ഇതുപോലെ കമന്റ് ബോക്സിലും അല്ലാതെയൊക്കെ കളിയാക്കിക്കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. ആ കുറ്റം പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ സ്റ്റിൽ ഇപ്പോഴും ആ കുറ്റങ്ങളും കളിയാക്കലുകൾ കമന്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ കൊണ്ട് അത് മാത്രമേ പറ്റുള്ളൂ. അന്ന് ആ വീഡിയോ ചെയ്ത് കളിയാക്കലിലൊക്കെ കേൾക്കേണ്ടി വന്നിരിക്കുന്ന ആൾക്കാർ ഇന്ന് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന നിലയിലേക്ക് വരികയും സിനിമയിലോട്ടും മറ്റ് വലിയ റിയാലിറ്റി ഷോസിലോട്ടും TV റിയാലിറ്റി ഷോസിലോട്ടൊക്കെ എത്തപ്പെടുകയും അങ്ങനെ അവരുടെ ലൈഫ് സ്റ്റൈലെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ട് അങ്ങനെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ചില ആളുകൾ, അതിലെ ചില ഏപ്രാച്ചുകളുണ്ട്. എല്ലാവരും എല്ലാവരും പറയുന്നത് ചില ഏപ്രാച്ചുകളാണ് ഇതുപോലെ വന്ന് പറയുന്നത്. ആ ഒരു മരണത്തെ പോലും നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ ആ ഒരു മരണത്തിൽ പോലും നിങ്ങൾക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ അല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ വന്ന് തീർത്തോളൂ. നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യം കൊണ്ടായിരിക്കും നിങ്ങൾ ഈ രീതിയിൽ വന്നിടുന്നത്. ഓക്കെ, നിങ്ങളത് പറഞ്ഞോളൂ. പക്ഷേ ഈ ഒരു അവസരത്തിലല്ല നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം വന്ന് പറയേണ്ടത്. ഇനിയും ഇത് കഴിഞ്ഞിട്ട് ഈ ചിന്നു പപ്പുവിൻ്റെ മുൻ ഭർത്താവുണ്ടല്ലോ, അപ്പം ഈ ഒരാൾ മുൻപ് ഒരു ലേഡിയായിട്ട് ഒളിച്ചോടി പോയി, അങ്ങനെ കുറച്ച് സീന കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ഫസ്റ്റ് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്ത് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ഹസ്ബൻഡ് മറ്റൊരാളുമായിട്ട് ഒളിച്ചോടി പോയി, അങ്ങനെ കുറച്ച് സീനുണ്ട്. ആൻഡ് ഇതേ ചിന്നു പപ്പുവിനും മറ്റൊരാളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരുമിച്ചാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും മറ്റേ തൻ്റെ മുൻ ഭർത്താവ് ഒളിച്ചോടി പോയേക്കുന്ന ആ ഒരു ലേഡി മിസ്സിങ് ആയതിനെ പറ്റിയിട്ടുള്ളൊരു വാർത്ത മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒളിച്ചോടി പോയേക്കുന്ന ആ ഒരു സമയത്ത് ഭർത്തൃ വീട്ടിലേക്ക് പോയ യുവതിയെ കാണാതായി. കാസർഗോഡ് ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ യുവതിയെ കാണാതായതായി പരാതി. കാസർഗോഡ് കറന്തക്കാടാണെന്ന് തോന്നുന്നു, അവിടെ അക്ഷരം കുറച്ച് വിട്ടിരിക്കുകയാണ്. ഉമാവതിയുടെ മകൾ പ്രീതിക 20 വയസ്സ് ആണ് കാണാതായത്. തിങ്കളാഴ്ച വൈകുന്നേരം 5:30 മണിയോടെ ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം മകൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് മാതാവ് നൽകിയ പരാതിയിൽ പറഞ്ഞു. കാസർഗോഡ് പോലീസ് കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞുണ്ട്. ജനുവരി 21-ന് 2026 ജനുവരി 21 വന്നേക്കുന്ന ന്യൂസ് ആയിരുന്നു ഇത്. ഇതിനുശേഷം ചിന്നു പപ്പുവിനും ഇത്തരത്തിൽ മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള നിലയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതോടെ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. പ്രണയവിവാഹിതയായിരുന്ന യുവതി 1 മാസം മുൻപാണ് വിവാഹമോചിതയായത്. തുടർന്ന് ആസാ നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ സുഹൃത്തിനൊപ്പമായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ കലഹമുണ്ടായിരുന്നതായിട്ടാണ് വിവരം. മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ചിന്നു തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. ആ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പിന്നെ ഈ മുൻ ഭർത്താവ് ഇതുപോലെ ഒളിച്ചോടി പോയി അങ്ങനെ ഒരു സീന് പറയുന്നുണ്ടല്ലോ. പിന്നീട് പരാതിയൊക്കെ പോയി ഇവർക്ക് സ്റ്റേഷനിൽ ഹാജരാവേണ്ടി വന്ന അങ്ങനത്തെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിവോഴ്സിൻ്റെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പം ജീവിതത്തിൽ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കടന്നു പോയപ്പോഴത്തേക്കിന് നമ്മൾ ഈ റീൽസിലൂടെ കാണുന്ന ചിരിക്കുന്ന മുഖങ്ങളൊന്നും അല്ല അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. റിയൽ വീസസ് റിയാലിറ്റി നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. എപ്പോഴും ഈ ചിരിച്ചു കാണുന്ന മുഖങ്ങൾക്ക് പിന്നിൽ അവരുടെ ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. ഇത് ഈ പല ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇൻഫ്ലുവൻസർ എന്നൊരു സാധനം, ഇൻഫ്ലുവൻസർ അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറി വിളിക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന പറഞ്ഞാലും നമുക്ക് അവരെ അങ്ങ് വലിച്ചു കീറാനുള്ള ഒരു സാധനം മാത്രമാണ്, അല്ലെങ്കിൽ കല്ലെറിയാൻ വേണ്ടി മാത്രമുള്ള സാധനം, അങ്ങനെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ദയവിത് നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. മനുഷ്യന്മാരല്ലേടി, മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലടി. അത് മനസ്സിലാക്കുക. ഇപ്പം ഈ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമല്ല എന്നുള്ള കാര്യം ഞാനിവിടെ എടുത്ത് പറയേണ്ട ആവശ്യം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോയി, ഇന്ന് ഈ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്താണെങ്കിലും മുൻപ് തൻ്റെ മുൻ ഭർത്താവുമായിട്ട് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും പിന്നീട് ഈ ഒരാൾ അന്ന് ഈ ഒരു കല്യാണ സമയത്തൊക്കെ ഉണ്ടായിരിക്കുന്ന കുറച്ച് കോംപ്ലിക്കേഷൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ലവ് സ്റ്റാർട്ട് ആണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ലാബ് ടെക്നീഷ്യൻ പഠിച്ചോണ്ട് അമ്മക്ക് പഠിപ്പിച്ചു. ലാബ് ടെക്നീഷ്യൻ പഠിക്കുമ്പോഴാണ് ലവ് സെറ്റ് ആയത്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഓന് ഇവളെ കൂട്ടുകാരൻ.
അപ്പൊ ഓന് ഇവിടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും. എപ്പോഴും എപ്പോഴും അല്ല ഈ ടിക്ടോക്ക് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അല്ല അപ്പൊ ഇവിടെ ടിക്ടോക്കിൽ ഉള്ള ഒരു അക്കറിയില്ല. അപ്പൊ പ്രമുഖയായിരുന്നു. ഇത് ആ വീഡിയോസ് ഞാൻ ഒന്ന് കണ്ടോണ്ടായിട്ടാ. ഞാനിപ്പോ എപ്പോഴും ഫോട്ടോ ഇടുമ്പോ ഞാൻ അവനോട് ചോദിച്ചു ഇതാണ്. അപ്പൊ ഓൻ പറഞ്ഞ എന്റെ ലോവർ എന്നോട് വെറുതെ പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞു വേറെ എന്റെ പെണ്ണിനെ ശരിയല്ല. അങ്ങനെ കൊറേ കഴിഞ്ഞിട്ട് ഓ എന്നെ പറഞ്ഞു ഓക്കില പോകുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞു. അപ്പൊ ഞാൻ നല്ലൊരു ചൂണ്ടിട്ടു. ചൂണ്ടാ എന്നിട്ട് ഞാൻ പറഞ്ഞു. പൂവും പറഞ്ഞു പറയാ എന്നിട്ടും കൊറേ കളിപ്പിച്ച് പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ടൗണിൽ നിന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. ടൗണിന്ന് കണ്ടതല്ലേ പറ്റി ടൗണിന്ന് ഏട്ടന്റെ ശരിക്കും ലോറ കണ്ടിട്ട് വരുന്നത് ആള് കണ്ടിട്ട് വരുന്നത്. പക്ഷെ എനിക്ക് ഓന്റെ ഫോണിൽ ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. കാണാൻ പോകുന്ന ആളെ കാണാൻ പോകുന്ന. അപ്പൊ നിങ്ങള് കാണാൻ പോവാൻ തന്നെയാണ് ഇല്ല. നമ്മള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ കണ്ടിട്ട് മാത്രം അറിയുന്നേ. നമുക്ക് രണ്ടാക്കും ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ടാറ്റു അടിച്ച ആൾക്കാർ പിന്നെ സ്റ്റൈറ്റെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടൻ നല്ല സ്റ്റൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വിളിച്ചു കണ്ടിട്ടായിട്ട്. അപ്പൊ വിളിച്ചിട്ട് പ്രജ്വല്ല ഫോണില് കാണുമ്പോ ഒരുമാതിരി കാണും. എന്നിങ്ങനെ നോക്കുന്നത് ഞാൻ നല്ല ഹൈറ്റ് ഉണ്ട്. എന്നിങ്ങനെ നോക്കിക്കോ. എന്നിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിട്ടായിട്ട് ഏട്ടൻ പോയി. ഞാൻ അങ്ങനെ ഫാൻസിന്റെ ഇടയിലേക്ക് കൂട്ടിട്ട് പോകുമ്പോ ആളൊരു പെണ്ണിനോട് മിണ്ട്. ഫാൻസിന്റെ ഇടയിൽ കൂടെ പോകും. ഞാൻ അപ്പൊ ഏട്ടന്റെ ലോറോട് ആടെ നിന്നിട്ട് കൊണ്ടുവന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായി. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ അത് ഫ്രണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അജിത്ത് പറഞ്ഞു ഫ്രണ്ട് അല്ല അത് ലോറാന്ന് പറഞ്ഞു. അതും ലവറായിരുന്നു. അതല്ല അജിത്ത് എന്റെ ഫ്രണ്ട്. അയ്യോ അപ്പൊ ഇവളോട് പറഞ്ഞു അത് എന്റെ ഫ്രണ്ട് അല്ല ലോറാന്ന് പറഞ്ഞു. കുട്ടി പക്ഷെ ലവറല്ലായിരുന്നു ആണ്. അപ്പൊ മുന്നേ അങ്ങനെ പറഞ്ഞിട്ടായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ട. എന്നോട് പറഞ്ഞില്ല വാക്കുന്നൊന്നും ഞാൻ ഫസ്റ്റ് ഒന്നും പറഞ്ഞിട്ട. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇയാളോ പൊട്ടി. അതില് പൊട്ടി ഒഴിവായി. നന്നായിണ്ട്. ആ കുട്ടിക്ക് വേറെ ലോ ഉണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ലോ ആയി. പിന്നെ കുറച്ച് ടൈം ഞാൻ പറഞ്ഞിട്ടാ ലോ ഉണ്ടെന്ന്. പിന്നെ ഞാൻ ടൈമില് എത്ര ടൈമാണത്? ഒരാഴ്ച സമയം എടുത്തു. ഒരാഴ്ച എന്താണ് ചിന്തിച്ചത്? എന്തും ചിന്തിച്ചിട്ടാ? ഒന്നും ചിന്തിച്ചില്ല. ഓക്കെ. എന്നിട്ട് ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ആളെടുത്തിരിക്കുന്നത്. ചിന്തിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അമ്മേനോട് പറഞ്ഞു ഞാൻ കഷ്ടകാലത്തിന് കല്യാണം. ഈ ഒരു ഇന്റർവ്യൂവിനകത്തും അന്ന് സംസാരിക്കുന്ന ചിരിച്ച് ഭയങ്കര ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചേക്കുന്ന ഒരു വ്യക്തി തൻ്റെ റിയൽ ലൈഫിലും റീൽസിനകത്തൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആ ഒരു ഫേസിലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതാണ് നേരത്തെ പറഞ്ഞത്, ഈ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ കല്ലെറിയാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിൽ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ. ഈ പറയുന്ന ഇൻഫ്ലുവൻസർ എന്നോ കോണ്ടന്റ് ക്രിയേറ്ററോ ഇവിടെ ലോകത്തുള്ള എല്ലാ നമ്മൾ ഈ മനുഷ്യന്മാരല്ലേ, ഏത് നമുക്ക് എന്ത് പേരാണോ കിട്ടുന്നത് എന്നുള്ളതല്ലല്ലോ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ ഒന്ന് താളം തെറ്റിപ്പോയി ആ സമയത്ത് സംഭവിച്ചു പോയേക്കുന്നൊരു കാര്യമാണ്. പിന്നെ മുൻപും ഇത്തരത്തിൽ ഈ ഒരു മുൻ ഭർത്താവ് ഇത്തരത്തിലൊരു ഇപ്പോഴത്തെ ഒരു ഒളിച്ചോട്ടം സീന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. മുൻപ് ഇവരുടെ കല്യാണത്തിന്റെ കുറച്ച് കോംപ്ലിക്കേഷൻസിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിനെപ്പറ്റിയാണ് പറയുന്നത് കേൾക്കാം. 1.5 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു.
നിങ്ങൾ എത്ര കല്യാണം കഴിച്ചത്? കൊറോണക്ക്. വയസ്സ് പറ. പോലീസ് പിടിക്കണ്ട. നിയമപരമായിട്ട് എനിക്ക് 18 വയസ്സ്. ഏട്ടന് വയസ്സായ പിന്നെ രജിസ്റ്റർ ചെയ്തത് നമ്മ 21 വയസ്സില് ഏട്ടൻ കല്യാണം കഴിച്ചത്. നിങ്ങൾ തമ്മിൽ 1 വയസ്സിന് വ്യത്യാസല്ലേ? എനിക്കിപ്പോ 21 കഴിഞ്ഞ്. ഇപ്പൊ മാർച്ച് 22-ാം തീയതിയാണ് 22 വയസ്സ് തുടങ്ങുന്നത്. 1 വയസ്സിന്റെ വ്യത്യാസം. 1.5 അപ്പൊ 18 വയസ്സ് ആർക്ക് 18 വയസ്സ് ഉണ്ടായിരുന്നപ്പോ? 18 വയസ്സ്. 18 വയസ്സ് കഴിയാറായി. 19-ന് കല്യാണം കഴിഞ്ഞ 22-ാം തീയതി ബർത്ത്ഡേ. മനസ്സിലായി. ഞാൻ ചോദിക്കണേ, കല്യാണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോ എത്ര വയസ്സാണ് രണ്ടുപേർക്കും? അനക്ക് 18, ഏട്ടന് 21. അപ്പൊ എങ്ങനെ ഇപ്പൊ? അല്ല 21 അങ്ങനല്ല, എനിക്ക് 19. അപ്പൊ എനിക്ക് 19. അപ്പൊ 21 അപ്പൊ ഒന്ന് വെരി വീക്കറ്റ് മാത്തമാറ്റിക്സ്. 2 വയസ്സ് വ്യത്യാസം ഉണ്ടല്ലേ? അതന്നെ പറഞ്ഞ 2 വയസ്സ് വ്യത്യാസമുണ്ട്. വീട്ടിലെല്ലാരും ഓക്കെ ആയിരുന്നോ? എന്റെ വീട്ടില് ഓക്കെ ആവത്തൊന്നല്ല, ഞാൻ പറഞ്ഞിട്ടാ. ഏട്ടൻ പറഞ്ഞിട്ടാ, അതാണ് ഏട്ടന്റെ മണ്ടക്ക് കൊടുക്കണം. മണ്ടയ്ക്ക് കൊടുക്കണം. പിന്നല്ലാണ്ട് വീട്ടിൽ പറഞ്ഞില്ലേ? അല്ല, വീട്ടില് അച്ഛനെല്ലാം വന്നിന്. അച്ഛന് അച്ഛന്റെ ഫാമിലിയിലും വന്നി. അമ്മനോട് പറഞ്ഞിട്ടാ. അയ്യോ, എന്നിട്ട് അമ്മ കല്യാണത്തിന് വന്നില്ലേ? ഇല്ല, പറയാത്തോണ്ട് എങ്ങനെ അമ്മ അറിഞ്ഞില്ലേ? ഇത് ഭയങ്കര സംഭവല്ലേ. പിന്നെ അമ്മ നിങ്ങൾ എത്ര മക്കള്? 3 മക്കൾ. മൂത്തതാണോ? അപ്പൊ അത് നമ്മോട് പറയേണ്ടത്. അമ്മനോട് പറയരുതെന്ന് വെച്ചാല് നമുക്ക് അനിയത്തിയുണ്ട്. അപ്പൊ നമ്മളെ നാട്ടില് ഇപ്പൊ അനിയത്തി ഉണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ കൊറേ വയസ്സിന് ഡിഫറൻറ്റിനാ കഴിക്കാം. ഈ ക്ലിപ്പൊക്കെ ഞാനിവിടെ കാണിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് സന്തോഷം ഇവർ പങ്കിട്ടിരുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് എടുത്തിരിക്കുന്ന പല കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിലെല്ലാം അങ്ങനെ സുഖകരമായിട്ട് സന്തോഷമായിട്ട് പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇന്നിപ്പം ഈ മുൻപത്തെ ആ ഒരു ഭർത്താവ് ആ ഒരു ആളേനെ ഇത്തരത്തിൽ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട്, ആളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പോയിട്ട് കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് നീ തീർത്ത് കളഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന ചില ആളുകളുടെ കമൻറ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവൻ ഈ ഒരു മരണത്തെ പോലും ആഘോഷമാക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ 24 മണിക്കൂറും ഹാപ്പിനെസ് മാത്രമുള്ള കിടിലോസ്കികളായിട്ടുള്ള ആൾക്കാരാണോ നിങ്ങൾ? മനുഷ്യന്മാരല്ലേടി നിങ്ങൾ? എന്നിട്ട് അതിനെ വേറെ രീതിയിൽ കാണുന്ന ഈ മീഡിയാസിൻ്റെ അടുത്തും കൂടെ പറയാനുള്ളതാണ്. നിങ്ങൾ ഭയങ്കര മോശമാണ് കാര്യം. നിങ്ങൾ ഇങ്ങനെ ആൾക്കാർക്കിടയിലോട്ട് ഈ സാധനം നിങ്ങൾ ഇട്ട് കൊടുക്കണ്ടല്ലോ. ഇൻഫ്ലുവൻസർ, നിങ്ങൾക്ക് അവിടെ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത് പറയാം. കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കാണുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നത് മനുഷ്യനാണ്, ഒരു മനുഷ്യൻ്റെ ജീവനാണ്. അതിനെ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ആഘോഷമാക്കുന്നതിനെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക.